പാത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. ഈ പള്ളിമുക്കിന്റെ പരിസര പ്രദേശത്തും വീണ്ടും ഇത് വളരെ വ്യാപകമായ രീതിയിൽ ഓണക്കച്ചവടം ലക്ഷ്യമാക്കി ലൈസൻസും മറ്റ് കാര്യങ്ങളും കൊല്ലം ടൗണിലെ പള്ളിമുക്കില് UP ഡൽഹിയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇറക്കുന്നു. ഈ പാത്രങ്ങളൊക്കെ അതൊക്കെ ഈ ഇരുമ്പ് പാത്രങ്ങൾ അലൂമിനിയം പൂശിയാണ് കൊണ്ട് വിൽക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുകയും കോർപ്പറേഷനിൽ നിന്ന് ആള് വരികയും ചെയ്യുകയാണ്. ഇത് എന്താണ് സംഭവിച്ചത്? തടയുന്നത് എന്തിനാണ്? എന്താ കാര്യം? ഡൽഹി സെയിൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ വന്ന് വളരെ മോശപ്പെട്ട ഒരു ഗുണനിലവാരവും ഇല്ലാത്ത ഈ പാത്രങ്ങൾ 100 രൂപയ്ക്ക് ഇവിടെ വിറ്റുവരികയാണ്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച മുതൽ ഇതിന്റെ പിന്നിലാണ്. കാര്യം ഈ ഒരു സാധനം ആഹാരം പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള വിഷാംശം ഉള്ളിൽ ചെല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇത് ഇരുമ്പാണ്. ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഇത് ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് അതിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നു, ഇത് ടെസ്റ്റ് ചെയ്തു. അവസാനം വാണിംഗ് കൊടുത്ത് അവരെ വിട്ടതാ. ഇവര് വീണ്ടും ബീച്ചിലും ഈ പള്ളിമുക്കിന്റെ പരിസര പ്രദേശത്തും വീണ്ടും ഇത് വളരെ വ്യാപകമായ രീതിയിൽ വിൽപ്പന നടത്താൻ ശ്രമിച്ചതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പള്ളിമുക്ക് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ബദർ സാഹിബ്, ഷാനവാസ്, മറ്റ് ഞങ്ങളുടെ അസീം, ഞങ്ങളുടെ ഭാരവാഹികൾ എല്ലാവരും, അബ്ദുൾ റഷീദ്, എല്ലാവരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉടനെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി യാതൊരു കാരണവശാലും ഈ സാധനം തിരിച്ചു കൊടുത്തു വിടത്തില്ല. നമ്മളുടെ കോർപ്പറേഷനിലെ കൗൺസിലർ മാജിദ ഷോബ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. നമ്മളെ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരിങ്ങനെ ഇതുപോലെ ലോഡുകൾ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗങ്ങളും പോലീസും ചേർന്ന് പല ഭാഗത്തുനിന്നും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നത് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നതും. നമ്മൾ ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട്. അവിടെ നാളെ വന്ന് ഇവിടുന്ന് തന്നെ അവരെ വണ്ടിയെല്ലാം നമ്മുടെ ഹെൽത്ത് വിഭാഗം വന്ന് നമ്മളിത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാനത്ത് ഒരു മാരകമായ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടുത്തെ വ്യാപാരങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. പോലീസ് എന്താ പറഞ്ഞു? ഈ പാത്രത്തിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് കേരളത്തിലെ ഓണക്കച്ചവടം ലക്ഷ്യമാക്കി ലൈസൻസും മറ്റു കാര്യങ്ങളും തൊഴിലാളികളും ഒക്കെ നടക്കുന്ന ചെറു കച്ചവടക്കാരെ വഴിയാധാരമാക്കുന്ന രീതിയിലാണ് ഈ ലോബികൾ പാത്രവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് മാരകമായ രോഗം പിടിപെടുമ്പോൾ ക്യാൻസറിനുള്ള മരുന്നുകൾ മധ്യപ്രദേശിൽ, രാജസ്ഥാനും അതുപോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെയാണ് ഉത്പാദിപ്പിച്ചിറക്കുന്നത്. ആ മരുന്ന് വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ആ ഗതികേടിലേക്ക് നമ്മളെ തെളിവിടാനാണ് ഈ പാത്ര കച്ചവടവുമായി ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഇരുമ്പിനകത്ത് പവർ കോട്ടിങ് ചെയ്ത് കൊണ്ടുവന്ന് മാരക രോഗം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് വെറും പച്ചിരുമ്പാണ്. പച്ചിരുമ്പിനകത്ത് എന്തായാലും മാഗ്നറ്റ് പിടിക്കില്ലല്ലോ. ഇത് വേറെ ഇരുമ്പ് തകിടാണ്. ഇരുമ്പ് തകിടിനകത്ത് പവർ കോട്ടിംഗ് ആണ്. ഇത് അടുപ്പിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പവർ കോട്ടിംഗ് ഇളകിയാൽ മാരക രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ക്യാൻസർ മാതിരിയുള്ള പല രോഗങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണ്ടാകും. വെറും 100 രൂപയ്ക്കാണ് ഇവര് പാത്രങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ 100 രൂപയ്ക്ക് ഒരു പാത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കും. വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത് എവിടെ കൊണ്ടുപോയി? ഇത് കൊണ്ടുപോകണം. കോർപ്പറേഷൻ കൊണ്ടുപോയി ഇനി ഫൈനടി. കോർപ്പറേഷൻ കൊണ്ടുവന്ന് രീതിയിൽ ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു ചെയ്യിപ്പിക്കും. വേറെ എവിടെ ചെയ്യാൻ പാടില്ല. വേറെ ഉണ്ടല്ലോ, എവിടെയൊക്കെ ഉണ്ട് കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിൽ എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം എടുപ്പിക്കും. ഈ വണ്ടിയിലാണ് ഇവര് ബൾക്കായിട്ട് കൊണ്ട് സ്ഥലങ്ങളിലും രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്.